ഇനി ഇത് ആവർത്തിക്കരുത്. 3 തവണയാണ് എന്നെ ക്രൂരമായി ഈ വേട്ടയാടിയിട്ടുള്ളത്, അതിക്രൂരമായി വേട്ടയാടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഇത് തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ആശ്രയിച്ചല്ല, ഇതിന്റെ പുറകിൽ നമ്മളുണ്ടാവും. കാരണം ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഇല്ലായ്മകളും വല്ലായ്മകളും ദുരിതങ്ങളും എല്ലാം അതിജീവിച്ച് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ അവരെ അപമാനിക്കുക, ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുക. ഇപ്പൊ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്കൊന്നും മുഖ്യധാരയിൽ വരണ്ട എന്നാണോ CPM ആഗ്രഹിക്കുന്നത്? ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർ, പിന്നോക്ക വിഭാഗങ്ങൾ, ദുർബല അമ്മയെ വരെ എത്ര ഹീനമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ആക്രമിച്ചുകൊണ്ട് എൻ്റെ അമ്മയെ. നമസ്കാരം. നമ്മളിന്ന് കുന്നത്തൂരാണ്. ഇന്ന് നമ്മുടെ ദേശാഭിമാനി പത്രത്തിനകത്ത് രാവിലെ ഒരു വാർത്ത കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കാരണം ആ വാർത്തയ്ക്കകത്ത് പറയുന്നത് ഉല്ലാസ് കോവിനെ വിമർശിച്ചതിന് RSPയുടെ മുതിർന്ന നേതാക്കന്മാരെ ഉല്ലാസ് കോവൂർ പിടിച്ചു തള്ളി എന്നുള്ളതാണ് വാർത്ത. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. നമ്മുടെ കൂടെ ഇന്ന് ഉല്ലാസ് കോവൂരുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്തായിരുന്നു സംഭവിച്ചതെന്നുള്ളത്. എന്തായിരുന്നു നിങ്ങൾ ആ പിടിച്ചു തള്ളാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? ഞാൻ ആരെയും പിടിച്ചു തള്ളിയിട്ടില്ല. കാരണം ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ മുതിർന്ന നേതാവ് ശ്രീ KG വിജയദേവൻ സാറ്. ഞങ്ങളെല്ലാം അദ്ദേഹത്തെ സ്നേഹപൂർവ്വം കുട്ടച്ചൻ സാറെന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി നമ്മൾ ഒരു മറുവാക്ക് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾ അത്രയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം. പിന്നെ ഈ പറയപ്പെടുന്ന രഘുനാഥപിള്ള, രഘുവണ്ണൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു വൈനാപ്പള്ളിയിൽ. കഴിഞ്ഞ 50 ദിവസത്തോളമായി ഒരു കമ്മിറ്റികളിലും അദ്ദേഹം വരുന്നില്ല. കാരണം അദ്ദേഹം അതിമാരകമായി ഒരു ബൈക്ക് ആക്സിഡന്റിൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. അപ്പം കമ്മിറ്റികൾക്കൊന്നും അദ്ദേഹം ഇപ്പം എത്രയോ കാലങ്ങളായി വരാറില്ല. എല്ലാം വിളിച്ച് ബന്ധപ്പെടുകയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരാഴ്ച ആയതേ ഉള്ളൂ അദ്ദേഹം, ഒരാഴ്ച ആയില്ലേ, 2-3 ദിവസം ആയതേ ഉള്ളൂ അദ്ദേഹം ഇപ്പം കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് തുടങ്ങിയിട്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ദേശാഭിമാനി പത്രത്തിൽ വന്നത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു വാർത്ത എന്നാണോ പറഞ്ഞു വരുന്നത്? 100% അങ്ങനെ ഒരു സംഭവമില്ല. അതിനകത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കമ്മ്യൂണൽ പോളറൈസേഷനുള്ള ശ്രമമാണ്. അവരുടെ രണ്ടുപേരുടെയും പേര് ശ്രദ്ധിച്ചാൽ ഈ വാർത്തയുടെ ദുഷ്ടലാക്ക് മനസ്സിലാകും. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായി, 2016 ഞാനൊരു മയക്കുമരുന്നിന് അടിമയാണെന്നാണ് പറഞ്ഞത്. 2021 വന്നപ്പോൾ ജാതിവാദിയായിട്ട് ചിത്രീകരിച്ചു. 2026 തലക്കനം ചിത്രീകരിച്ചു. ഇതെല്ലാം പൊളിഞ്ഞ് പാളീസായിപ്പോയി. ഇതൊന്നും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം ഒരു വികസനമില്ലായ്മ ചോദ്യം ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള ഹീനമായ ഏത് തന്ത്രത്തിലൂടെയും വിജയിക്കുക എന്ന ഒരു ഒരു പൊളിറ്റിക്കൽ മര്യാദകേടിൻ്റെ ഒരു വശമാണ് കാണിക്കുന്നത്. കാരണം അവർക്ക് എങ്ങനെയും വിജയിക്കുക. ഇടതുപക്ഷത്തിന് ശക്തമായ മേൽക്കൈയുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ എന്തിനാണ് അവരിങ്ങനെ ഭയക്കുന്നത്? എതിർ സ്ഥാനാർത്ഥികളെ അപമാനിക്കുക, അവരെ വ്യക്തിഹത്യ ചെയ്യുക. ഞങ്ങളുടെ കശുവണ്ടി തൊഴിലാളിയായ എൻ്റെ അമ്മയും കർഷക തൊഴിലാളിയായ എൻ്റെ അച്ഛനും ഒക്കെ പഠിപ്പിച്ചത് സാമൂഹ്യവിരുദ്ധനായിട്ട് ജീവിക്കാനല്ല, വ്യക്തിത്വമുള്ള ആളായും വളർത്തിക്കൊണ്ടുവന്നത്. ഇങ്ങനെ ഈ തെറ്റായ ഒരു വാർത്ത കൊടുത്തതിനെ തുടർന്ന് ദേശാഭിമാനിക്കെതിരെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണോ? നോട്ടീസ് അയച്ചു കഴിഞ്ഞല്ലോ. രാവിലെ തന്നെ ഈ വാർത്ത പ്രചരിപ്പിച്ചത് തന്നെ ഈ രണ്ടുപേരുടെ സമുദായം ആ വോട്ടുകളെ പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി വെച്ചാണ്. അപ്പം എത്ര വർഗീയപരമായിട്ടാണ് ഇവർ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. ശ്രീ പുത്തലത്ത് ദിനേശൻ സഖാവ്, ഞാൻ കരുതിയിരുന്നത് അദ്ദേഹം ഒരു മാന്യനായ ഒരു ലീഡറായിരിക്കും എന്നാണ്. ഇത്രയും തരം താഴ്ന്ന അവസ്ഥയിൽ ഈ 3 പേരെ വിജയ കാസിൽ ഹോട്ടലിൽ താമസിപ്പിച്ച് ഇതുപോലുള്ള ഹീനതന്ത്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്നൊന്നും ഞങ്ങളാരും കരുതുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മളൊരു വലിയ മാനവികതയുടെ ഒരു വലിയ ചിത്രം, ഗ്രാഫിറ്റി വാൾ, അത് വലിയ ചർച്ചയായി. കേരളത്തിലെ CPM സഹയാത്രികരായിട്ടുള്ള അനൂപ് ചന്ദ്രൻ അടക്കം, ശ്രീ രവീന്ദ്രൻ അടക്കം, രാജേഷ് ശർമ്മ അടക്കം, ഷെൻലെ അടക്കം, അവരൊക്കെ ഇടത് സഹയാത്രികരായിട്ടുള്ള ആളാണ്. അനൂപ് ചന്ദ്രനെ അറിയാമല്ലോ, ഒരു CPM സഹയാത്രികയാണ്. അവരൊക്കെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിട്ട് ഞങ്ങൾക്ക് ഉല്ലാസ് മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, സൗഹൃദമാണ് എന്ന് പറഞ്ഞ് അവരൊക്കെ ഈ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് വന്നു. അപ്പോൾ ഇതൊന്നും ഏൽക്കുന്നില്ല. മയക്കുമരുന്നിന് അടിമയാണെന്ന് പറഞ്ഞു, ആരും വിശ്വസിച്ചില്ല. അവിടെ നിന്ന് ഞാൻ കഷ്ടപ്പെട്ട് ഞാനൊരു 2 വീലറിൽ ഈ പറയുന്ന 10 പഞ്ചായത്തുകളിലും പോയി സജീവമായി എല്ലാ സമരമുഖങ്ങളിലും ഇടപെട്ട് ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്നു. അവരിലൂടെ ഞാനൊരു പാവപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത്? എൻ്റെ അമ്മ ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. എൻ്റെ അമ്മ മനസ്സെന്ന് പറയുന്നൊരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു ബോർഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് എൻ്റെ അമ്മയെ വരെ എത്ര ഹീനമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ആക്രമിച്ചുകൊണ്ട്. എൻ്റെ അമ്മ എന്ത് തെറ്റാണ് ചെയ്തത്? എൻ്റെ അമ്മ ഒരു കശുവണ്ടി തൊഴിലാളിയാണ് പട്ടക്കടവ് ഫാക്ടറിയിലെ. അവിടെ എത്ര ഹീനമായിട്ടാണ് ഇവർ ആക്രമിക്കുന്നത്? അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി
എന്ത് ഹീനതന്ത്രം എടുക്കുക എന്ന് പറയുന്ന ഒരു അജണ്ടയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടച്ചൻ സാർ എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഞാൻ പിടിച്ചു തള്ളി, അദ്ദേഹത്തിനെ എതിരെ ആക്രോശിച്ചു എന്ന് ഇല്ലാത്ത കമ്മിറ്റി 24/2 രണ്ടാം മാസത്തിൽ ആണ് അവസാനമായി സംയുക്ത മണ്ഡലം കമ്മിറ്റി കൂടുന്നത്. അന്ന് ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന മുതിർന്ന നേതാവ് അസീസേട്ടൻ ആ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന സാവ് KS വേണുഗോപാൽ ആ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ ഈ നിയോജക മണ്ഡലത്തെ ഏറ്റവും മുതിർന്ന നേതാവ് ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അംഗം ശ്രീ ഇടവനശ്ശേരി സുരേന്ദ്രൻ ചേട്ടൻ, ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ ഒരു ഇളം തലമുറയിലുള്ള ഒരു ചെറിയ സഖാവായ ഞാൻ ഏറ്റവും മുതിർന്ന ഒരു സഖാവിനെതിരെ ആക്രോശിച്ചെന്നും പിടിച്ചു തള്ളിയെന്നും പറഞ്ഞാൽ ഞങ്ങളെ അങ്ങനെ അല്ല ഞങ്ങളുടെ വീടുകളിൽ നിന്ന് വിടുന്നത്. അന്തസ്സായി രാഷ്ട്രീയ പ്രവർത്തനാണ്, അന്തസ്സായി പൊതുപ്രവർത്തനം നടത്താനാണ്. അല്ലാതെ ഞങ്ങളാരെയും പിടിച്ചു തള്ളാനും അസഭ്യം പറയാനും ഒന്നും ഞങ്ങളുടെ വീടുകളിൽ പോലും പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ വന്ന സാഹചര്യങ്ങൾ, ജോലി ചെയ്ത സ്ഥാപനങ്ങൾ, പഠിച്ച വിദ്യാലയങ്ങൾ, കോളേജുകൾ, അവിടെ ഒന്നും ഒരാൾ പോലും ഞങ്ങളെക്കുറിച്ചൊന്നും ഒരു മോശം കാര്യങ്ങളും പറയത്തില്ല. കാരണം അങ്ങനെയല്ല നമ്മുടെ സാഹചര്യം. 3-ാം തവണ ഈ പാർട്ടി എന്നെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നെങ്കിൽ എന്തെങ്കിലും ഒരു മികവ് ഉണ്ടായിട്ടായിരിക്കുമല്ലോ. 3 തവണ ഒരാളിനെ മത്സരിപ്പിക്കും. ഇവർ പറഞ്ഞ മയക്കുമരുന്നിന് അടിമയാണെങ്കിൽ 2-ാം തവണ എന്നെ സ്ഥാനാർത്ഥിയാക്കുമോ? ഇവർ പറഞ്ഞ ജാതിവാദിയാണെങ്കിൽ 3-ാം തവണ എന്നെ സ്ഥാനാർത്ഥിയാക്കുമോ? ഇപ്പൊ പറയുന്നു ഞാൻ ഈ ധിക്കാരിയാണ്, തലക്കനമടി. എന്ത് തലക്കനമാണ്? ഞാൻ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ഈ തലക്കനം ഇവർ കണ്ടില്ലല്ലോ. ഈ കഴിഞ്ഞ 4-4.5 വർഷക്കാലം ഞാനൊരു 2 വീലറിലാണല്ലോ ഈ മുക്കായ ജംഗ്ഷൻ മുഴുവൻ ഈ ആളുകളുടെ, പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും വിഷയങ്ങൾ ഇടപെടാനും ഈ സംസ്ഥാന RYFന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ സമരമുഖങ്ങളിലെല്ലാം പ്രവർത്തിച്ചത്. ഒരു 2 വീലറിൽ ഞാൻ ഈ 10 പഞ്ചായത്തിൽ നേരം വെളുക്കും ഈ എരിയാണി പൊരിയുന്ന വെയിലത്ത് മഴയത്തും കയറിയിരിക്കാൻ ഒരു 4 വീലർ പോലും ഇല്ലാതെ ഞാൻ ഈ ജനങ്ങൾക്കൊപ്പം നിന്നത് തലക്കനം ഉണ്ടായിട്ടാണോ? തലക്കനം ഉണ്ടെങ്കിൽ ഇപ്പൊ എവിടുന്നാണ് ഈ തലക്കനം ഉണ്ടാവുന്നത്? അങ്ങനെ തലക്കനം കാണിക്കാനോ അഹങ്കാരിയാകാനോ കാര്യങ്ങൾ പറയും. സമരമുഖത്ത് നട്ടലിൽ നിന്ന് വർത്തമാനം പറയും. അല്ലാതെ ഞാൻ ഒരാളുടെ അടുത്തും ഒരു തലക്കനവും കാട്ടിയിട്ടില്ല, ഒരു ജാടയും കാട്ടിയിട്ടില്ല, ഒരു മറുവാക്ക് പോലും ഞാൻ ഒരിടത്തും പറയാത്തത് കൊണ്ട് തന്നെയാണ് എൻ്റെ പാർട്ടിയും എൻ്റെ മുന്നണിയും 3-ാമതും എന്നെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. എന്ത് ഹീനപ്രവൃത്തിയും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ള തന്ത്രമാണ് ഇവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യും. അത് 2-ാം മാസത്തിൽ കൂടി, പിന്നെ അവസാനം 2-ാം മാസം കഴിഞ്ഞ് പിന്നെ ഒരു മണ്ഡലം കമ്മിറ്റിയും കൂടിയിട്ടില്ല. പിന്നെ കൂടിയതെല്ലാം നേതൃയോഗങ്ങളും UDF-ഉമാണ്. നമുക്കറിയാമല്ലോ, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പാർട്ടി കമ്മിറ്റികൾ കൂടാറില്ല. പിന്നെ നേതൃയോഗങ്ങളാണ്, ലീഡേഴ്സ് മീറ്റിങ്ങുകളാണ് കൂടുന്നത്. ആ ലീഡേഴ്സ് മീറ്റിങ്ങിൽ ഇല്ലാത്തയാളാണ് B. രഘുനാഥുള്ള. കാരണം അദ്ദേഹം ഇപ്പം പാർട്ടി ഏരിയ കമ്മിറ്റിയിലേക്ക് വന്നതേ ഉള്ളൂ. കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം RSP ലിനിസ്റ്റിന്റെ ഭാഗമായിട്ട് നിന്നയാളാണ്. അദ്ദേഹം ഇപ്പം വന്നതിന് ശേഷം അദ്ദേഹം പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ അംഗമാണ്. അദ്ദേഹം ലീഡേഴ്സ് മീറ്റിങ്ങിൽ വരാറില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ആളിനെ ഇല്ലാത്ത കമ്മിറ്റിയിൽ ഞാൻ അധിക്ഷേപിച്ചു, ആക്രമിക്കാൻ ചെന്നു എന്ന് പറഞ്ഞ് വ്യാജ വാർത്ത കൊടുത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ ചെയ്തതിന് പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറാമെന്നുള്ള ഒരു അജണ്ടയാണ്. അത് എത്ര ഹീനമായിട്ടാണ്! രണ്ട് ഒരേ സമുദായത്തിലെ 2 പേരെ ഞാൻ ആക്രമിക്കാൻ ചെന്നു എന്നുള്ളതാണ് ഈ പറയുന്നത്. ഇതൊരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. ഇത് കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇതിനെതിരെ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്തു, DGPക്ക് പരാതി കൊടുത്തു. ബാക്കി താഴേക്ക് പാർട്ടി ലീഡർഷിപ്പ് പറയുന്നതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ കൃത്യമായി സ്വീകരിക്കും. ഇത് തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ മാത്രമല്ല, ഇനി ഇത് ആവർത്തിക്കരുത്. 3 തവണയാണ് എന്നെ ക്രൂരമായി വേട്ടയാടിയിട്ടുള്ളത്, അതിക്രൂരമായി വേട്ടയാടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഇത് തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ആശ്രയിച്ചാൽ ഇതിൻ്റെ പുറകിൽ നമ്മളുണ്ടാവും. കാരണം ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഇല്ലായ്മകളും വല്ലായ്മകളും ദുരിതങ്ങളും എല്ലാം അതിജീവിച്ച് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ അവരെ അപമാനിക്കുക, ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുക. ഇപ്പം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്കൊന്നും മുഖ്യധാരയിൽ വരണ്ട എന്നാണോ CPM ആഗ്രഹിക്കുന്നത്? ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർ, പിന്നോക്ക വിഭാഗങ്ങൾ, ദുർബല ജനവിഭാഗങ്ങളുള്ള ആളുകൾ